Hi guys, this is Karthik and welcome back to Tech Believers. So guys, നമ്മൾ ചെയ്യാൻ പോകുന്നത് Asus TUF FX 505DT എന്ന് പറയുന്ന ഒരു മിഡ് റേഞ്ച് ഗെയിമിംഗ് ലാപ്ടോപ്പിന്റെ റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കുക. സോ ഈ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ഒരു മിഡ് റേഞ്ച് ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. ഇതിന്റെ പ്രൈസ് അറൌണ്ട് 50 to 56,000 റുപ്പീസ് ആണ്. ഇത് ഞങ്ങൾ മേടിച്ചത് ആമസോണിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലായിരുന്നു. സോ 51,000 ആണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത്. സോ 51,000 ഇതൊരു ഗ്രേറ്റ് ഡീലാന്ന് ഞാൻ പറയും. സോ ഇതിന്റെ അൺബോക്സിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഇതിൽ വരുന്ന ഒരു ചാർജർ, പിന്നെ ഇതിൽ കുറച്ച് ഡോക്യുമെന്റ്സ് വരുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. കൂടുതലായിട്ടൊന്നും വരുന്നുണ്ട്. പിന്നെ ലാപ്പ് വരുന്നുണ്ട് ഒബ്വിയസ്ലി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ അൺബോക്സിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ വരുന്നത് റൈസൻ്റെ 3550H എന്ന് പറയുന്ന ഒരു പ്രോസസ്സർ, മിഡ് റേഞ്ച് പ്രോസസ്സറും NVIDIAയുടെ GTX 1650 ഗ്രാഫിക്സ് പ്ലസ് 8GB RAM ആണ് വരുന്നത്. പിന്നെ ഇതിൽ 256GB SSDയും 512ന്റെ ഹാർഡ് ഡിസ്കും ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളോട്ട് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ലാപ്പിന്റെ ബോഡി ഡിസൈനെ കുറിച്ചാണ്. ബോഡി ഡിസൈൻ എന്ന് പറയുമ്പോൾ കളർ ആക്ച്വലി ഗ്രേഷ് ബ്ലാക്ക് കളറാണ്. ബാക്കിൽ നമുക്കൊരു എക്സ് ഷേപ്പിൽ കുറച്ച് ലൈൻസ് കാണാം. ഇതിനെ അസ്യൂസ് റേഡിയേറ്റിംഗ് എക്സ് എന്നാണ് വിളിക്കുന്നത്. ആൻഡ് അസ്യൂസിന്റെ ഒരു ബ്രാൻഡിങ്ങും കാണാം. ആൻഡ് ഇറ്റ് റിഫ്ലെക്ട്സ് ഇൻ ലൈറ്റ്. ഒരു ബ്രഷ് ടെക്സ്ചറാണ് ഈ ലാപ്പ് മൊത്തത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് നൈസ്. ഫ്ലാറ്റ് ആയിട്ട് തോന്നുന്നില്ല. ഒരു ഗെയിമിംഗ് ഫീൽ കിട്ടുന്നുണ്ട്. ഗെയിമിംഗ് ലാപ്പിന്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അധികം സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒന്നും തന്നെ ബാക്കിൽ കൊടുത്തിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഇറ്റ്സ് ഒരു പ്രൊഫഷണൽ ലാപ്പ് കണക്ക് തോന്നുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് നൈസ്. ഡിസ്പ്ലേ സൈഡ് വരുമ്പോൾ 15.6 ഇഞ്ചിന്റെ ഒരു IPS പാനലാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ബെസൽസ് നോക്കുകയാണെങ്കിൽ ഭയങ്കര സ്ലിം ആണ്. ടോപ്പിൽ നമുക്ക് വെബ്ക്യാം കൊടുത്തിട്ടുണ്ട്. വെബ്ക്യാം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് ഇറ്റ്സ് ക്വാളിറ്റി ഈസ് നെക്സ്റ്റ് ടു ട്രാഷ്. വേറൊരു ക്യാമറ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ താഴെ അസ്യൂസിന്റെ ഒരു ലോഗോയും പിന്നെ ആ ഒരു ബ്രഷ് ടെക്സ്ചർ, നേരത്തെ പറഞ്ഞ ബ്രഷ് ടെക്സ്ചറും കൊടുത്തിട്ടുണ്ട്. ബെസൽസിൽ നമുക്ക് റബ്ബർ പാഡ്സ് കൊടുത്തിട്ടുണ്ട്. റബ്ബർ പാഡ്സ് ഇറ്റ്സ് ക്വൈറ്റ് യൂസ്ഫുൾ ബിക്കോസ് നമ്മൾ ലാപ്പ് എന്തായാലും കുറേ നാൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോൾ റബ്ബർ പാഡിങ് ഉള്ള കാരണം ലൈക്ക് വെസൽസിനൊന്നും അധികം കോണ്ടാക്ട് വരുന്നില്ല ബോഡിയായിട്ട്. സോ ഡാമേജ് പ്രിവെന്റ് ചെയ്യാനൊക്കെ നല്ലതായിരിക്കും. കീബോർഡ് സൈഡ് വരുമ്പോൾ RGB ബാക്ക്ലിറ്റ് കീബോർഡാണ്. ചിക്ലെറ്റ് കീബോർഡാണ്. ഇതിലോട്ട് നമ്മൾ പിന്നെ വരുന്നതായിരിക്കും. ടച്ച് പാഡ് ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ബ്രഷ് ടെക്സ്ചർ ഉണ്ട്. പിന്നെ മുകളിൽ ഒരു റിമൈൻഡർ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ഫ്ലൈറ്റ് മോഡിനും പിന്നെ ഒന്ന് യൂസ് ഓഫ് ഹാർഡ് ഡിസ്കിനുമാണ്. പിന്നെ വേറെ 2 ലൈറ്റ്സ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കളർ വൈറ്റ്. അതൊരു പ്രൊഫഷണൽ ലുക്ക് കൊടുക്കുന്നുണ്ട്. ബട്ട് ചിലർക്ക് അത് ഇഷ്ടപ്പെടുന്നു വരില്ല. പിന്നെ അത് നമ്മൾ ലാപ്പ് ക്ലോസ് ചെയ്താലും അത് നമുക്ക് വിസിബിൾ ആണ്, പുറത്ത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ലാപ്പ് അത്യാവശ്യം സ്ലിം ആണ്. ബൾക്കി ആയിട്ട് തോന്നുന്നില്ല. മറ്റ് സാധാ ലാപ്ടോപ്സിനെ വെച്ച് നോക്കുമ്പോൾ ബൾക്കിയാണ്. ആൻഡ് വെയിറ്റ് 2.2 kg ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. സോ സാധാ ലാപ്ടോപ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ബൾക്കിയാണ്, കുറച്ച് ഹെവിയാണ്. ബട്ട് വെൻ യു കമ്പയർ ഇറ്റ് വിത്ത് അതർ ഗെയിമിംഗ് ലാപ്ടോപ്സ് ആയിട്ട് ഇത് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം സ്ലിം ആണെന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് അത്യാവശ്യം ലൈറ്റും ആണെന്ന് വേണമെങ്കിൽ പറയാം. സോ ഇത്രയായിരുന്നു ഇതിന്റെ ഡിസൈനും കാര്യങ്ങളും. അപ്പം നമുക്കിനി ബാക്കി കാര്യങ്ങളുണ്ട്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ലാപ്പിന്റെ മൾട്ടിമീഡിയ പെർഫോമൻസ് ആണ്. ഡിസ്പ്ലേ സൈഡ് നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ 15.6 ഇഞ്ചിന്റെ FHD പ്ലസ് IPS പാനലാണ് കൊടുത്തിരിക്കുന്നത് വിത്ത് 120 Hz റിഫ്രഷ് റേറ്റ്. ആൻഡ് ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് റിയലി ഗുഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പിക്ചർ ക്വാളിറ്റി ആയാലും റിഫ്രഷ് റേറ്റ് ആയാലും എന്താ പറയുക, കളർ ആക്യുറസി ആയാലും എന്തുകൊണ്ടും വളരെ നല്ലൊരു ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കുന്നത്. ബെസൽസ് സ്ലിം ആയ കാരണം നമുക്കൊരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ലൈക്ക് ഇറ്റ്സ് ക്വൈറ്റ് നൈസ്. നമുക്ക് മൂവി കാണാനായാലും യൂട്യൂബിൽ വീഡിയോസ് കാണാനായാലും ഗെയിമിങ്ങിനായാലും എഡിറ്റിങ്ങിനായാലും എന്തിനായാലും ഒരു മികച്ചൊരു ഡിസ്പ്ലേ ആണ് ഇവർ ഇതിൽ കൊടുത്തേക്കുന്നത്. ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ്. നിങ്ങളത് കറക്റ്റായിട്ട് നിങ്ങളതൊന്ന് ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. ക്യാമറയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് കളേഴ്സൊക്കെ നിങ്ങൾക്ക് തോന്നത്തില്ല നല്ലതാണോ അല്ലേ. പിന്നെ 120 Hz റിഫ്രഷ്
refresh rate. It's really good for gaming and also like scrolling through Instagram and stuff. Yeah. പിന്നെ നമുക്ക് വരുന്ന സ്പീക്കേഴ്സ് നിങ്ങൾ ഞാൻ പറയുന്നത് ഇതിൽ ഉപയോഗിക്കുന്നതാണ്. കാരണം ക്വാളിറ്റി നെക്സ്റ്റ് ട്രാഷ് ആണ്. വോളിയം ആയാലും ബേസ് ആയാലും ട്രിബിൾ ആയാലും ക്ലാരിറ്റി ആയാലും വോയിസിൻ്റെ എല്ലാം നെക്സ്റ്റ് ട്രാഷ് ആണ്. സോ ഐ ഡോണ്ട് പേഴ്സണലി ലൈക്ക് ഇറ്റ്. ബട്ട് ചിലർക്ക് ഇത് ഇഷ്ടമാണ്, എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. ബട്ട് ഐ ഡോണ്ട് പേഴ്സണലി ലൈക്ക് ഇറ്റ്. സോ നിങ്ങൾ ഒന്നെങ്കിൽ ഒരു ഹെഡ്സെറ്റ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക എക്സ്റ്റേണൽ സ്പീക്കർ ഉപയോഗിക്കുക, അതായിരിക്കും നല്ലത്. സോ ഇതായിരുന്നു എൻ്റെ മൾട്ടിമീഡിയ പെർഫോമൻസ് നല്ലതാണ് ബിക്കോസ് ഓഫ് ദാറ്റ് ഇമേഴ്സീവ് സ്ക്രീൻ എന്ന് തന്നെ ഞാൻ പറയണം. സോ നമുക്കിതിൻ്റെ ഭാഗ്യമായിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ കീബോർഡും ടച്ച് പാഡിനെയും കുറിച്ചാണ്. കീബോർഡ് നോക്കുമ്പോൾ RGB ബാക്ക്ലിറ്റ് കീബോർഡാണ്. ഈ RGB എഫക്ട്സ് നമുക്ക് ആർമറി ഗ്രേഡ് സപ്പോർട്ടർ, ഓരോ സപ്പോർട്ടറാണ്. അപ്പോൾ ഇതിൽ ആർമറി ഗ്രേഡ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ നമുക്ക് അതുവഴി ഇതിൻ്റെ എഫക്ട്സും കളേഴ്സും ഒക്കെ നമുക്ക് എന്താ പറയുക കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നോക്കുമ്പോൾ ചിക്ലെറ്റ് കീബോർഡാണ്, മെംബ്രെയിൻ കീബോർഡാണ്. നല്ല രീതിയിൽ ടാക്ടൈൽ ആയിട്ടുള്ള കീബോർഡാണ്. നല്ല ഫീഡ്ബാക്ക് തരുന്നുണ്ട് ഈ ഒരു കീബോർഡ്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ എന്താ പറയുക ഫീഡ്ബാക്ക് ആയാലും ടാക്ടൈൽ ഫീൽ ആയാലും നല്ല രീതിയിലുണ്ട്. ഫോണ്ട് നോക്കുകയാണെങ്കിൽ ബോൾഡ് ആയിട്ടുള്ള ഒരു ഫോണ്ടാണ് ആൻഡ് ഗെയിമർ ഫീൽ ലൈക്ക് ഒരു ഫോണ്ടാണ്. പിന്നെ WSD കീസ് നോക്കുകയാണെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് കളറിൽ കൊടുത്തിട്ടുണ്ട്. അത് ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. ഗെയിമേഴ്സിന് WSD കീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ടായിരിക്കും അവരങ്ങനെ കൊടുത്തിരിക്കുന്നത്. എനിക്ക് അത് കുഴപ്പമില്ലെന്നാണ് തോന്നിയത്. ബിക്കോസ് WSD കീസ് ഇമ്പോർട്ടൻ്റ്, ഗെയിമേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല. സോ ഇറ്റ്സ് പേഴ്സണൽ ചോയ്സ്, ഇറ്റ്സ് അപ് ടു യു. പിന്നെ F1 തൊട്ട് F12 വരെയുള്ള എല്ലാ ഫംഗ്ഷൻ കീസും കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ, അതായത് നം കീസിൻ്റെ അവിടെയും പിന്നെ ലെഫ്റ്റ് സൈഡിലും നമുക്ക് 2 ഫംഗ്ഷൻ കീസ് കൊടുത്തിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ കീസ് വഴി നമുക്ക് ഇതിൻ്റെ RGB കൺട്രോൾസ് കൺട്രോൾ ചെയ്യാനും പിന്നെ ബ്രൈറ്റ്നസ് ലെവൽസ്, അതായത് കീബോർഡിൻ്റെ RGBയുടെ ബ്രൈറ്റ്നസ് ലെവൽസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. ഇനി നമ്മൾ നോക്കുന്നത് ടച്ച് പാഡ് നോക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് ബിക്കോസ് നല്ലൊരു ഫീഡ്ബാക്ക് തരുന്നില്ല. നല്ല ഒരു റെസ്പോൺസീവ് അല്ല ഒട്ടും ഈ ഒരു ടച്ച് പാഡ്. നോർമൽ യൂസിന് ഓക്കെ ആയിരിക്കും. ബട്ട് എന്നെ കണക്കത്തെ ഒരാൾ, അതായത് അത്യാവശ്യം ഗെയിമിംഗ് ഒക്കെ കളിക്കുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഈ ഒരു ടച്ച് പാഡ്. ബട്ട് ഇറ്റ്സ് നോട്ട് ക്വൈറ്റ് റെസ്പോൺസീവ് അപ് ടു ദ മാർക്ക്. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മൗസ് ഉപയോഗിക്കുന്നതായിരിക്കും. അല്ലെങ്കിലും ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ മിക്കവരും മൗസാണ് ഉപയോഗിക്കുന്നത്. സോ എന്തായാലും ഉപയോഗിക്കുക, ഇതിന് എന്തായാലും ഉപയോഗിക്കുക. സോ അതായിരുന്നു ഇതിൻ്റെ കീബോർഡും ടച്ച് പാഡിൻ്റെ കാര്യം. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ലാപ്പിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് ആണ്. ഇതിൻ്റെ സ്പെക്ക് വരുന്നത് Ryzen 5 3550H എന്ന് പറയുന്ന മിഡ് റേഞ്ച് ഗെയിമിംഗ് പ്രോസസ്സറാണ്. ഗ്രാഫിക്സ് കാർഡ് നോക്കുമ്പോൾ NVIDIAയുടെ GTX 1650 ആണ് വരുന്നത്. ആൻഡ് വിത്ത് 8GB റാം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അപ് ടു 16GB. അപ്പോൾ ഗെയിമിംഗ് സ്പെസിഫിക്കേഷൻ പെർഫോമൻസ് നോക്കുമ്പോൾ FPS ഗെയിംസ്, അതായത് ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടിംഗ് ഗെയിംസിൽ ലൈക്ക് വാലറന്റ്, CSGO, Rainbow Six Siege, ഇതിലൊക്കെ 1080p 100+ FPS ഈസി ആയിട്ട് കിട്ടും. മോഡേൺ AAA ടൈറ്റിൽസ്, അതായത് Red Dead Redemption, GTA 5, കൺട്രോൾ, അങ്ങനത്തെ സ്റ്റോറി മോഡ് ഗെയിംസിൽ നമുക്ക് എന്താ പറയുക 1080p 50+ FPS, 50 to 60+ FPS ഈസി ആയിട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ശരിക്കുമുള്ള എല്ലാ കുറേ ഗെയിംസിൻ്റെ ഗെയിമിംഗ് ബെഞ്ച് മാർക്സ് നോക്കണമെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. സോ അത് നമുക്കിതിന് ബാക്കി കാര്യങ്ങൾ നോക്കാം. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ കണക്ഷൻ പോർട്സും കണക്ടിവിറ്റി ഓപ്ഷൻസും ആണ്. സോ നമ്മുടെ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡ് കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആണ്, നമുക്ക് തന്നെ ഇല്ല. ലെഫ്റ്റ് സൈഡിലാണ് എല്ലാ പോർട്സും കൊടുത്തിരിക്കുന്നത്. സോ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 2 USB 1.0ൻ്റെയും ഒരു USB 2.0ൻ്റെയും പോർട്സ് കാണാൻ പറ്റും. പിന്നെ ഒരു DC-ൻ്റെ പോർട്ടുണ്ട്, ഇത്തർനെറ്റിൻ്റെ ഒരു പോർട്ടുണ്ട്, പിന്നെ HDMI-യുടെ ഒരു പോർട്ടുണ്ട്, പിന്നെ 3.5mm കമ്പൈൻഡ് പോർട്ടാണ്, അതായത് ഹെഡ്സെറ്റിൻ്റെയും മൈക്കിൻ്റെയും സിംഗിൾ പോർട്ടാണ്, ഡിഫറൻറ്റ് പോർട്സ് അല്ല. സോ ഞങ്ങളുടെ സാധാ ഹെഡ്സെറ്റ് ഒക്കെ ഈസി ആയിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിൽ ഇൻബിൽഡ് വൈഫൈ ഉണ്ട്, 2.4 GHz വരെയുള്ള കണക്ഷൻ സപ്പോർട്ടഡ് ആണ്. പിന്നെ ബ്ലൂടൂത്ത് 4.2ഉം ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്ട്രാ ഫീച്ചേഴ്സ് നോക്കുന്നത് ഫാൻ സ്പീഡാണ്. ഫാൻ ഇതിൽ ഇൻബിൽഡ് ആയിട്ട് ഫാൻസ് ഉണ്ട്, അത് ലാപ്ടോപ്പിനെ കൂളായിട്ട് നിൽക്കാനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫാൻ സ്പീഡും സൗണ്ടും ഒക്കെ നോക്കുന്ന സമയത്ത് ഐഡിയൽ ഇത് ഫാൻസ് വർക്കിംഗ് ആണെങ്കിലും നമുക്ക് എന്താ പറയുക കേൾക്കാനൊന്നും പറ്റില്ല, ഇറ്റ്സ് ക്വൈറ്റ് സൈലൻറ്റ്. ബട്ട് ഫുൾ ലോഡ്, അതായത് ഹൈ ഗ്രാഫിക്സ് ഇൻറ്റൻസ് ഗെയിംസ് ഒക്കെ കളിക്കുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് ആ ഫാനിൻ്റെ സൗണ്ട് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം അത് നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആണ്. എന്താ പറയുക, ഫാൻസ് ഓൺ ആക്കാതെ എനിക്ക് തോന്നുന്നു അപ് ടു 90 degrees വരെ ടെമ്പറേച്ചർ എത്തുന്നത് 75 to 80 degrees നിൽക്കുന്നുണ്ട്. സോ ഇറ്റ്സ് വളരെ നല്ലൊരു ഫീച്ചറാണത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹീറ്റിംഗ് പെർഫോമൻസിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി വരുന്നത് ഇതിൻ്റെ ഹീറ്റിംഗ് പെർഫോമൻസ് ആണ്. ഹീറ്റിംഗ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് കൂളിംഗ് സിസ്റ്റംസും ഫാൻസും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എങ്ങനെ പോയാലും അത്യാവശ്യം നല്ല രീതിയിൽ ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് അതിനൊരു ഇതെന്ന് പറയുന്നത് നമ്മുടെ കയ്യിലോട്ട് ഇത് വരുന്നില്ല, ഹീറ്റ് വരുന്നില്ല. ഹീറ്റ് ഡെസിപ്പേറ്റ് ആവുന്നതെന്ന് പറയുമ്പോൾ ബാക്ക് സൈഡിൽ കൂടെയും സൈഡിലത്തെ വെന്റിൽ കൂടെയാണ് പോകുന്നത്. നമ്മുടെ കയ്യിലോട്ട് ഒട്ടും ഹീറ്റ് വരുന്നില്ല. കീബോർഡിലോട്ടായാലും നമ്മുടെ മൗസ് വയ്ക്കുന്ന സ്ഥലത്തായാലും ഒട്ടും നമുക്ക് ഹീറ്റ് കിട്ടുന്നില്ല. സോ അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഗെയിമിംഗ് സമയത്ത് നമുക്ക് കയ്യിലോട്ട് ഹീറ്റ് വന്നാൽ പിന്നെ അധികം നേരം നമുക്ക് ലോങ് സെഷൻസിൽ ഗെയിം കളിക്കാൻ പറ്റത്തില്ല, ഗെയിമിങ്ങായാലും സ്ട്രീമിങ്ങായാലും ചെയ്യാൻ പറ്റത്തില്ല. സോ അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതിന് ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുമ്പോൾ അറൗണ്ട് ഗെയിം കളിക്കുമ്പോൾ അറൗണ്ട് 1 hour 1.5 hours ഒക്കെ കിട്ടുന്നുള്ളൂ. നോർമൽ യൂസ് ആണെങ്കിൽ ഒരു 4 to 5.5 hours ഒക്കെ കിട്ടുന്നുള്ളൂ. സോ ബാറ്ററി ബാക്കപ്പ് കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം, ഗെയിമിംഗ് ലാപ്പ് ആയ കാരണം. പിന്നെ ഇതിൽ 450 watt അതിൻ്റെ ഒരു ചാർജർ വരുന്നുണ്ട്. സോ ഇറ്റ് ടേക്സ് അറൗണ്ട് 1 to 1.5 hours ഫുൾ ചാർജ് ആവാൻ, 0 to ഫുൾ ചാർജ് ആവാൻ 1 to 1.5 hours എടുക്കുന്നുണ്ട്. സോ അതിൻ്റെ ബാറ്ററി ബാക്കപ്പ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല. എന്തായാലും ചാർജർ ഗെയിം ലോങ് സെഷൻസിൽ ഗെയിം കളിക്കുന്നെങ്കിൽ എന്തായാലും ചാർജർ പ്ലഗ് ചെയ്തിട്ട് തന്നെ കളിക്കാം. അതുകൊണ്ട് ലാപ്പിന് ഒരു കുഴപ്പവും വരില്ല. ബട്ട് അതായിരിക്കും എന്താ പറയുക സ്യൂട്ടബിൾ. സോ അതായിരുന്നു ഇത്ര കാര്യം. നമുക്ക് ലാസ്റ്റ് സെഷൻ. സോ ഓവറോൾ നോക്കുമ്പോൾ ഇത് 50K ഇത് വളരെ നല്ലൊരു ലാപ്ടോപ്പാണ്, ഗെയിമിംഗ് ലാപ്പാണ്. സോ ഇതിൻ്റെ കുറച്ച് പ്രോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ നല്ലതാണ്, ഇതിൻ്റെ കീബോർഡ് നല്ലതാണ്, ഗെയിമിംഗ് പെർഫോമൻസ് നല്ലതാണ്. പിന്നെ ഓവറോൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഗെയിമിംഗ് ലാപ്പാണ്. കോൺസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ക്യാമറയുടെ ക്വാളിറ്റി ട്രാഷാണ്. പിന്നെ സ്പീക്കർ, ഇൻബിൽറ്റ് സ്പീക്കർ മോശമാണ്. പിന്നെ ടച്ച് പാഡ് നല്ല റെസ്പോൺസീവ് അല്ല. അത്ര കോൺസ് എനിക്ക് പറയാനുള്ളൂ ഓവറോൾ. അപ്പോൾ വളരെ നല്ലൊരു ലാപ്പാണ്. നിങ്ങൾ 50K അല്ലെങ്കിൽ 60K ഇടയിൽ ഒരു ഗെയിമിംഗ് ലാപ്പ് നോക്കുകയാണെങ്കിൽ ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ദീസ്. ബാക്കിയുള്ള ലാപ്ടോപ്സിനെ കാട്ടി കുറച്ച് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് ഈ ലാപ്പിന്. സോ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ സം ഇൻ ദ ഫോം ഓഫ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.